കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോ എനിക്കൊരു കുഴപ്പം പറ്റിയതുപോലെ, ഒത്തിരി മടിയായതുപോലെ. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാത്ത പോലെ, ഒരു സമാധാനം ഇല്ലാത്ത പോലെ. അങ്ങനത്തെ ഒരു തോട്ട്സ് കൂടിയാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? എന്നാലേ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ടു ഹസ്ന സ്പാർക്ക് വൈബ്സ്. ഇത് ചെറിയ ചിന്തകളാണെങ്കിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. 24ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയപ്പോൾ മുതൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. കരിയർ ഇംപ്രൂവ് ചെയ്യാൻ പുതിയ ഐഡിയാസ് നോക്കുമായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നൊരു ഫീലിംഗ്. അത് ഫീലിംഗ് മാത്രമല്ല കേട്ടോ, അങ്ങനെ തന്നെയായിരുന്നു. കുട്ടികളായതിനു ശേഷം വീട്, ജോലി, കുട്ടികൾ എല്ലാം മാനേജ് ചെയ്യുമായിരുന്നു. പക്ഷേ 30ലേക്ക് കടന്നപ്പോൾ പതിയെ എനർജി ഡ്രോപ്പ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ടാസ്ക് പോലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് ഞാൻ കരുതിയത്, ഇത് കൊറോണ എഫക്റ്റ് ആയിരിക്കും. പതിയെ പഴി കൊറോണ ചേച്ചിയുടെ തലമണ്ടയ്ക്കിട്ട് വെച്ചു കൊടുത്തു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സെയിം ഫീലിംഗ്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. പ്രശ്നം ആ പാവം കൊറോണ ചേച്ചിയല്ല, എൻ്റെ മൈൻഡ് ആകെ ടയേർഡായിരുന്നു. സോഷ്യൽ മീഡിയ, റീൽസ്, നോട്ടിഫിക്കേഷൻസ്, കമ്പാരിസൺസ്, സ്റ്റേറ്റസ് ചെക്കിംഗ്, എൻലെസ് കോണ്ടന്റ്. മൈൻഡിന് റെസ്റ്റേ ഇല്ല. ബോഡി ടയേർഡ് ആവുന്നതിനും കൂടുതൽ മൈൻഡ് വളരെ ടയേർഡായിരുന്നു. അതുകൊണ്ടാണ് ചെറിയ ജോലി പോലും വലിയതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഓർത്തു നോക്ക്, നിങ്ങൾ ശരിക്കും ലേസിയാണോ? ഒരിക്കലും അല്ലെന്ന് ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം. പക്ഷെ നിങ്ങളുടെ മൈൻഡ് അത് ടയേർഡാണ്. നിങ്ങൾ മെന്റലി ടയേർഡാണ്. അതൊന്നും മനസ്സിലാക്കുക ആദ്യം. മോട്ടിവേഷൻ ഇല്ലാത്തതല്ല നിങ്ങളുടെ പ്രശ്നം, മെന്റൽ സ്പേസ് ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രോബ്ലം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ മെന്റൽ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ബോക്സ് ഒരു ബിസ്ക്കറ്റ് കവറുമായിട്ട് സങ്കല്പിക്കുക. 100 ബിസ്ക്കറ്റ് കൊള്ളാവുന്ന സ്ഥലയിലേക്ക് നിങ്ങൾ 101ാമത്തെ സാധനം അടിച്ചു കയറ്റുകയാണ്. 1ാമത്തെ സാധനം സ്വാഭാവികം ഇറങ്ങിപ്പോവും. ഒപ്പം നിങ്ങളുടെ കുറച്ച് എനർജിയും കൂടി അതെടുത്തോണ്ട് പോവും. ഇത് തന്നെയാണ് നമ്മളുടെ അവസ്ഥ. വെറുതെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുക, ഒത്തിരി കാഴ്ചകൾ കാണുക, മൈൻഡ് ടയേർഡ് ആവുന്നേ, സ്വാഭാവികം. ഇത് ഞാൻ തിരിച്ചറിഞ്ഞു. ആദ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞാനൊരു 3 കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോഴ്സ്ഫുള്ളി ആയിരുന്നു തുടങ്ങിയത്, ഇപ്പൊ അത് ശീലമായി. എന്താന്ന് പറഞ്ഞു തരട്ടെ. ഒന്നാമത്തേതായിട്ട് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഞാൻ ഫോൺ നോക്കുന്നത് അങ്ങ് നിർത്തി. അലാം ഓഫ് ചെയ്യും, പിന്നെ ഫോൺ നോക്കത്തില്ല. ആദ്യത്തെ 30 മിനിറ്റ് അത് എനിക്കുള്ളതായിട്ട് തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ്ലി, ദിവസവും ഒരു 15 മിനിറ്റ്സ് അത് നടക്കാനുള്ള സമയമാണ്. നന്നായിട്ടൊന്ന് നടക്കുക. ബീച്ചിന്റെ സൈഡിലാണെങ്കിൽ പതിയെ നടന്ന് അവിടുത്തെ ഒരു ബെഞ്ചിൽ പോയിരുന്ന് അങ്ങ് ദൂരെ, പാടാനറിയില്ലെങ്കിലും കടലമേലെ ഇങ്ങനെയൊക്കെ പാടാട്ടോ. അങ്ങ് ദൂരെ നോക്കിയിരിക്കുമ്പോ സമയം പോകുന്നതും അറിയില്ല. മൈൻഡ് ആകെ ഒരു ഫ്രഷ് ആവും. മൊബൈൽ കയ്യിലെടുക്കേണ്ട ഒരാവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അഥവാ എടുത്താലും നിങ്ങൾ നടക്കുന്ന സമയം മൊബൈൽ നോക്കിക്കൊണ്ട് നടക്കണ്ട. ബോഡി അല്പം നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ട്, ആ മനസ്സ് നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒന്ന് നടന്നു നോക്കൂ. അപ്പൊ കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു എനർജി, അത് പിന്നീട് ഒരുപാട് മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത്. മൂന്നാമതായിട്ട്, ഒരു ദിവസം ഒരു ടാസ്ക് മാത്രം. എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് വാരി വലിച്ചു വിട്ടുണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിലും നല്ലതാണ് ഒരു കാര്യം 100% കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അത് തരുന്ന ഒരു കോൺഫിഡൻസ് വേറെ ലെവല് തന്നെയാണ്. നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ഇതൊക്കെ വളരെ ചെറിയ മാറ്റങ്ങളാണ്, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം വളരെ വലുതാട്ടോ. ഇപ്പോ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ പഴയതുപോലെ മാറുന്നുണ്ട് എന്ന്.
ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. എല്ലാത്തിനെയും പഴയതുപോലെ തന്നെ ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ കാണാനും കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പറഞ്ഞവണ്ണം എപ്പോഴെങ്കിലൊക്കെ ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ ആരാ നിങ്ങളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക? ഒന്ന് ചോദിച്ചു നോക്കണം ഒറ്റയ്ക്കിരിക്കുമ്പോൾ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് മോട്ടിവേഷൻ്റെ കുറവാണോ? അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് റെസ്റ്റ് ആണോ വേണ്ടത്? ഞാൻ ഉറപ്പായിട്ട് പറയും, ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് മെൻ്റൽ റെസ്റ്റ് ആണെന്ന്. ഫിസിക്കൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, അതുപോലെ തന്നെ ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹൈജീനും മൊബൈൽ ഹൈജീനും. കാരണം പ്രൊഡക്ടിവിറ്റി തുടങ്ങുന്നത് പ്രഷർ കൊണ്ടല്ല. ഒരിക്കലും പ്രഷർ കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എത്താൻ കഴിയില്ല. പക്ഷേ സമാധാനപരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ എത്താനും കഴിയും. ഒരിക്കലും നിങ്ങളൊരു മടിയനല്ല, അത് നിങ്ങൾ ഉറപ്പിക്കുക. പക്ഷെ നിങ്ങൾക്ക് ആവശ്യം കുറച്ച് സമാധാനപരമായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു മൊമെൻ്റാണ്. അതിന് ആ മൊബൈലിനോട് കുറച്ച് സമയമെങ്കിലും ഗുഡ് ബൈ പറയുക. കാണാട്ടോ, കാണണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല നല്ല വീഡിയോസ്, അത് വീഡിയോസായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ ഷോർട്സ് കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും വീഡിയോസ് കാണാം, കുഴപ്പമില്ല. അതും ഏതെങ്കിലും ഒരു ടോപ്പിക് ഫിക്സ് ചെയ്യുക. ഇന്നത്തെ ദിവസം ഒരു വീഡിയോ മാത്രം, അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു വീഡിയോ കാണാം. ശരിക്കും നമ്മുടെ മൈൻഡിന് വളരെയധികം റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനോട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹസ്ന സ്പാർക്ക് വൈബ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചിലപ്പോൾ മറ്റൊരാൾക്കും നിങ്ങളുടെ ഫ്രണ്ടിനും ഇത് കേൾക്കേണ്ടതായിട്ടുണ്ടാവും. അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കുക, ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ഹസ്ന സ്പാർക്ക് വൈബ്സ്. ചെറിയ ചിന്തകൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഗുഡ് ബൈ.